ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ പാലിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് 2 പാക്കറ്റ് 5 രൂപയുടെ ചെറിയ പാക്കറ്റ് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 4 മിനിറ്റാണ് ഇപ്പോൾ ഈ ഓട്സിൻ്റെ പാക്കറ്റിൽ ഓട്സ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ 4 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഓട്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 4 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി തണുക്കുമ്പോൾ ഇത് ഫ്രീസറിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രീസറിൽ ഞാനിപ്പോൾ ഓവർനൈറ്റാണ് വെക്കുന്നത്. അല്ലെങ്കിൽ കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് നന്നായി കട്ട് ചെയ്തിട്ടൊന്നും എടുക്കണം. ഇപ്പോൾ ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ച് കട്ടാക്കി എടുത്തേക്കണ പാലാണിത്. ഇത് നല്ല കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് പുറത്തുനിന്ന് വെക്കാം. അതിനുശേഷം നമുക്കൊരു സ്പൂൺ വെച്ചെങ്ങാനും ഈ കട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ കട്ടയെല്ലാം ഉടച്ചെടുക്കണം. അപ്പോൾ കട്ടയെല്ലാം ഉടച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ മിക്സർ ജാറിലിട്ട് അടിച്ചെടുക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ജാറിന് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വിചാരിച്ച കൺസിസ്റ്റൻസിയിൽ കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതേപോലെ കട്ടയെല്ലാം ഉടച്ചെടുത്തതിന് ശേഷം ഒരു മിക്സർ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഷേക്ക് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായി തന്നെ ഓട്സ് എല്ലാം നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള ഓട്സ് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബൂസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.